സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസ സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും പലതവണ ശരീരത്തിൽ കയറിപ്പിടിച്ചെന്നും മൊണാലിസ ആരോപിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിനിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മൊണാലിസ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. सारे देश की सरकार से मेरी विनती है कि हमारी मदद करे। खुलेआम हमें हमारे पोस्टर जलाए जा रहे हैं, खुलेआम हमें काटने की मारने की धमकी दी जा रही है। और वो जो सनोज मिश्रा बोल रहे हैं ना कि मोनालिसा का नाम लेते हुए मुझे शर्म आ रही। मेरी फिल्म का हिस्सा नहीं बनेगी मोनालिसा, मुझे खुद ही नहीं बनना है क्योंकि वो इतना गंदा घटिया इंसान है ना। उनका नाम लेते हुए भी मुझे शर्म आ रही है, गंदा महसूस हो रहा है कि सनोज मिश्रा कितना गंदा घटिया इंसान है। सनोज मिश्रा इतना गंदा है ना, लड़कियों को फिल्मों के नाम से छोटी छोटी लड़कियों को छेड़छाड़ी करता है। और ऐसे नहीं, मैं आपको ये फिल्म दूंगा, ये करूंगा, फिल्म का नाम है और गलत काम है सनोज मिश्रा का। അതീവ ഗൗരവതരമായിട്ടുള്ള ആരോപണവുമായിട്ടാണ് ഇപ്പോൾ മൊണാലിസ രംഗത്തെത്തുന്നത്. സ്നേഹമോൾ നയനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സ്നേഹ, പറയുന്ന കാര്യങ്ങൾ അത്രയും അത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സൂചിപ്പിക്കുന്നത്. എന്താണ് ഉണ്ടായത്, എപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് മൊണാലിസ പറയുന്നത്? നിയമപരമായി നിയമ നടപടികളുമായി അവർ മുന്നോട്ട് നീങ്ങുമോ? അക്ഷയ, ഇതുവരെ നിയമ നടപടികളുമായി മുന്നോട്ട് മൊണാലിസ നീങ്ങിയിട്ടില്ല. പരാതി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അടുത്തിടെയാണ് മൊണാലിസയും ഫർമാൻ ഖാനുമായുള്ള വിവാഹം ഇവിടെ കേരളത്തിൽ വെച്ച് നടക്കുന്നത്. തുടർന്ന് ഇരുവരും കേരളത്തിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു. അതിനിടെ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നാട്ടിലേക്ക് പോകുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. തങ്ങളുടെ ജീവനടക്കം ഭീഷണിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മൊണാലിസ പറഞ്ഞിരുന്നു. അപ്പോൾ ഇരുവരുടെയും വിവാഹം, അതായത് ലവ് ജിഹാദാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളൊക്കെ തന്നെ ഇരുവർക്കും സമൂഹ മാധ്യമങ്ങളിൽ നേരിടേണ്ടി വരുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് മൊണാലിസ ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിനിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സനോജ് മിശ്രയ്ക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി പലതവണ ശരീരത്തിൽ കയറി പിടിച്ചു എന്നാണ് മൊണാലിസ പറയുന്ന ഈ ആരോപണം. അപ്പോൾ തനിക്ക് നേരിട്ട ഈ ദുരനുഭവത്തെ കുറിച്ച് തന്റെ വീട്ടുകാരോട് തന്നെ പറയുകയുണ്ടായി. പക്ഷേ ആദ്യത്തെ സിനിമയാണല്ലോ എന്ന് കരുതി എന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കണം എന്നൊരു പ്രതികരണമാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് മൊണാലിസ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരോടും തുറന്നു പറയാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതായത് 18 വയസ്സ്, മൊണാലിസയ്ക്ക് 18 വയസ്സാകുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള അനുഭവം സനോജ് മിശ്രയിൽ നിന്നും നേരിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസ് എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് പോക്സോ കേസിന്റെ പരിധിയിലാണ് വരുന്നത്. കാരണം ഇത് 18 വയസ്സ് ആകുന്നതിന് മുൻപേ നടന്ന, അതായത് മൊണാലിസ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമാ സെറ്റിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണ്. ഫർമാൻ ഖാനൊപ്പമാണ് വാർത്താ സമ്മേളനത്തിനായി മൊണാലിസ എത്തിയത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനത്തിന്റെ ഇടെ പൊട്ടിക്കരയുകയും മറ്റുമൊക്കെ ഉണ്ടായി. പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരികയാണെന്നും നാട്ടിലേക്ക് ഉടൻ തന്നെ പോകണം, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചു വരികയാണെന്ന് മൊണാലിസ പറയുകയും ചെയ്തു. അക്ഷയ.